മീനോട്ടായിട്ട് മാച്ച് ആണല്ലോ ഇന്ന്. അതെ കേട്ടോ, ഞങ്ങൾ കുറച്ച് ഒരേ നാട്ടുകാരാ, അതുകൊണ്ട് ജുവൽ ഇൻ ദ ക്രൗൺ. എന്തോ സാർ, എന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ഹൊററൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അയ്യോ, ത്രില്ലർ. ആ ഫാമിലി എന്ത് പറഞ്ഞു? അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പ്രേതമായിട്ട് അഭിനയിക്കാൻ പറ്റി, അതിനൊരു താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു. പാട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞില്ല. പ്രേതമായിട്ട് കൊള്ളായിരുന്നു, പക്ഷെ പാട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ഈ പാട്ട് നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു. പാട്ട് നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷായി. ആദ്യം മുടിയൊക്കെ ഇങ്ങനെ ഇട്ടെന്ന് പൂ എന്നൊക്കെ പറഞ്ഞില്ലേ? അത് വിചാരിച്ച പോലെ അങ്ങ് പോയില്ല, അതല്ലേ? എന്നോട് പച്ചമാമൻ പറഞ്ഞ് ഹസ്ബൻഡ്സ് ഇൻ ഗോവയില് സലിം സാർ മൂടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉണ്ടായിരുന്നടി നിന്നെ കാണാൻ ഇന്നലെ. ശരിയാണ് കേട്ടോ, കറക്റ്റ് ആണ്. അതിങ്ങനെ ഇങ്ങനെ നോക്കും, അങ്ങനെ ഒരു സീൻ. ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ നാഗവല്ലിയാവാറുണ്ടോ? പിന്നെ എപ്പോഴും ഇടയ്ക്കൊക്കെ ഞാന് പാട്ട് വെക്കും. ഒരു മുறை വന്ന് പാർത്ത വെച്ചിട്ട് മമ്മി കണ്ടില്ലേ പേടിച്ചിരിക്കുന്നത്? നീ കാണൂല്ലേ നാഗവല്ലിയാവുന്ന? കാണത്തില്ലേ? ഇല്ല, തനിച്ച് മാത്രമാണ്. യെസ്. അപ്പൊ ഒറ്റയ്ക്ക് പാടാൻ പോകുന്ന പാട്ട് ഏതാ? സ്നേഹത്തിൻ പൂന്നുള്ളി പൂജിച്ചു ഞാൻ. ചിത്ര ചേച്ചിയുടെ പാട്ട് പോരട്ടെ. ഡീറ്റെയിൽസ്. മൂവി ദീപസ്തംഭം മഹാശ്ചര്യം, ഇയർ 1999. മ്യൂസിക് മോഹൻ സിത്താര സർ, ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജുവൽകുട്ടാ. താങ്ക് യു. സ്നേഹത്തിൻ പൂഹു
സ്നേഹത്തിൻ പൂനുള്ളി പൂജിച്ചു ഞാൻ എൻ ജന്മം നിൻ മുന്നിൽ നേദിച്ചു ഞാൻ സ്നേഹത്തിൻ പൂനുള്ളി പൂജിച്ചു ഞാൻ എൻ ജന്മം നിൻ മുന്നിൽ നേദിച്ചു ഞാൻ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ജുവൽ ഇൻ ദ ക്രൗണിന് ഇന്ന് 96.25 100. താങ്ക് യു സർ. ജുവൽക്കുട്ടൻ അറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. എപ്പോഴും എല്ലാ പ്രാവശ്യവും അതേപടി അനുസരിക്കുന്ന ആളാണ്. കംബാക്ക് വേണമെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം കംബാക്ക് കൊണ്ടുവന്നിരിക്കും. അപ്പൊ ഇപ്രാവശ്യവും ഞാൻ പറയാണ് എനിക്ക് കംബാക്ക് വേണം കേട്ടോ. Okay, okay. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ബൈ. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ.